ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ചെറുവത്തൂർ കോവലിൽ നടക്കുന്ന സർവീസ് റോഡ് പ്രവൃത്തി അനന്തമായി നീളുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ പണി 1.5 മാസമായിട്ടും പകുതി പോലും എത്തിയില്ലെന്നാണ് പരാതി. This news sponsored by Yenappoya Speciality Hospital, Kodiyalbayal, Mangalore. ജനുവരി 2-ന് ആരംഭിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയ പണിയാണ് 1.5 മാസം പിന്നിട്ടിട്ടും പകുതി പോലും കഴിയാതെ ഇടഞ്ഞു നീങ്ങുന്നത്. ദേശീയപാതയുമായി ചേരുന്ന ഭാഗത്തെ സർവീസ് റോഡിന്റെ നിർമ്മാണവും ഓവുചാൽ പണിയുമാണ് നിലവിൽ നടക്കുന്നത്. പ്രവൃത്തിയുടെ ഭാഗമായി ദേശീയപാതയിലേക്ക് എത്തിച്ചേരുന്ന കോവൽ റോഡ് അടച്ചതോടെ ഈ വഴിയെ ആശ്രയിക്കുന്ന 100 കണക്കിന് ആളുകളാണ് ദുരിതത്തിലായിരിക്കുന്നത്. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കോവൽ AUP സ്കൂളിലെയും എല്ലാം വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ കിലോമീറ്ററുകളോളം അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. ചീമേനി കയ്യൂർ ഭാഗങ്ങളിലേക്ക് പോകേണ്ടുന്നവർ നിലവിൽ ചെറുവത്തൂർ ടൗൺ വഴി ചുറ്റിക്കറങ്ങിയാണ് യാത്ര ചെയ്യുന്നത്. ഇത് സമയനഷ്ടത്തിനും സാമ്പത്തിക നഷ്ടത്തിനും ഇടയാക്കുന്നു. മാത്രമല്ല, റോഡടച്ചത് പ്രദേശത്തെ ചെറുകിട കച്ചവടക്കാരുടെ വരുമാനത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള തൊഴിലാളികളെ ഉപയോഗിക്കാതെയും കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയും നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കാലതാമസത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദേശീയപാതയുടെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിലുള്ള അശാസ്ത്രീയമായ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെന്ന പരാതി നേരത്തെ തന്നെയുണ്ട്. അതായത് ഈ ഒരു പ്രദേശത്തേക്കുള്ള 2 റോഡുകൾ, ഒന്ന് കണ്ണംകുളം ഭാഗത്തേക്കുള്ള പഴയ ഹൈവേയും പിന്നെ സ്കൂൾ റോഡായിട്ടുള്ള ഈ ഒരു പ്രദേശം ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഭാഗം. അപ്പോൾ ഈ 2 റോഡും ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് 1.5 മാസം കഴിഞ്ഞു. 2 ആഴ്ചയോളം ഉള്ള വർക്കാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്, അന്ന് പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും അപ്പോൾ ഇവിടെ ഈ സംബന്ധിച്ചപ്പം ഈ ഒരു സ്കൂളുണ്ട് തൊട്ട് മേലെ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, പിന്നെ ഇതുപോലെ നമ്മളെപ്പോലെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്, പഴയ കണ്ണംകുളം ഹൈവേ. ഇതൊക്കെ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് ബന്ധപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് ഇപ്പം അടഞ്ഞു കിടക്കുന്നത് ഇത്രയും മാസങ്ങളായിട്ട്. പിന്നെ അത് ഇപ്പം നമ്മൾ നോക്കി കാണുമ്പോൾ അതിൻ്റേതായ ഒരു ഗൗരവത്തിലുള്ള ഒരു വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അത്രയൊരു സമീപനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. നിർമ്മാണ കരാർ കമ്പനിയുടെ മെല്ലെപ്പോക്കിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം രൂപപ്പെട്ടു വരികയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.